ഷൺമുഖം പട്ടാളത്തിൽ ഹവിൽദാരായിരുന്നു. ജമ്മുവിലായിരുന്നു ജോലി. അവിടെ വെച്ചാണ് ഗോവിന്ദച്ചാമി ഉണ്ടാകുന്നത്. ഗോവിന്ദച്ചാമിക്ക് ഒരു ജ്യേഷ്ഠനും ഉണ്ടായിരുന്നു. അമ്മ റോഡ് പണിക്കാരിയായിരുന്നു. ചെറുപ്പം മുതലേ തന്നെ തല്ലിപ്പൊളി സ്വഭാവമായിരുന്നു, അക്രമിയായിരുന്നു ഗോവിന്ദച്ചാമി. അങ്ങനെ ഗോവിന്ദച്ചാമി ഹിന്ദി വശമുള്ളതുകൊണ്ട് ബോംബെയിലെ പൻവേലിയിൽ റെയിൽവേ സ്റ്റേഷൻ കേന്ദ്രീകരിച്ചാണ് കുഴപ്പങ്ങൾ നടത്തിയത്. ഈ കാണുന്ന ചിത്രം ഗോവിന്ദച്ചാമിയെ കണ്ണൂരിൽ നിന്ന് പിടിച്ച ശേഷം കണ്ണൂർ പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. ഗോവിന്ദച്ചാമി കണ്ണൂർ സെൻട്രൽ ജയിലിൽ അതീവ സുരക്ഷിതമായ ഭാഗത്തായിരുന്നു താമസിപ്പിച്ചിരുന്നത്. ഒറ്റക്കൈയുള്ള ഈ കുറ്റവാളി അവിടെ നിന്ന് രക്ഷപ്പെട്ടത് സ്വന്തം കഴിവ് കൊണ്ട് മാത്രമാണെന്നാണ് വിശ്വസിക്കുന്നത്. ജയിലിലെ കാര്യങ്ങളൊക്കെ കുത്തഴിഞ്ഞാണ് പോകുന്നതെന്ന് പത്രത്തിൽ